ഒരുപാട് പേര് സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എൻട്രിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ കഴിഞ്ഞ ഏതൊരാളുടെയും ഒരു സ്വപ്ന ജോലിയാണ് KSEBയിൽ സബ് എഞ്ചിനീയർ ആവുക എന്ന് പറയുന്നത്. KSEBയിൽ സബ് എഞ്ചിനീയർ ആകുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് പഠിച്ച അതേ ഒരു ഫീൽഡ് തന്നെയാണ് അല്ലേ. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പവർ സിസ്റ്റത്തിൻ്റെ ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് KSEBയിലൂടെ ലഭിക്കുന്നത്. പല ആളുകളും നമ്മൾ പഠിക്കുന്നത് ഒരു ഫീൽഡിലാണെങ്കിൽ ജോലി ചെയ്യുന്നത് മറ്റൊരു മേഖലയിലായിരിക്കും. എന്നാൽ പഠിച്ച അതേ മേഖലയിൽ അതിൻ്റെ കോർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാൻ ലഭിക്കുന്ന ഏറ്റവും ഗോൾഡൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് KSEBയിൽ. അതുകൊണ്ട് തന്നെയാണ് KSEB ഒരുപാട് പേരുടെ സ്വപ്നമായിട്ട് മാറുന്നത്. അപ്പോൾ KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ എത്രത്തോളം സാലറി നമുക്ക് ലഭിക്കുന്നുണ്ട്, അത് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര ലഭിക്കും, ഗ്രോസ് പേ ആയിട്ട് എത്ര വരുന്നുണ്ട്, അതേപോലെ തന്നെ അടുത്ത അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ, അതേപോലെ ഇത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, അങ്ങനെ തുടങ്ങി KSEB സബ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ KSEB സബ് എഞ്ചിനീയറിൽ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നെയിം ഓഫ് ദ ഫേം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. അപ്പോൾ ഇതൊരു ബോർഡാണ്. നിങ്ങൾക്കറിയാം ബോർഡ് എന്ന് പറയുന്ന സമയത്ത് ഗവൺമെൻറ് ജോലിയാണോ എന്നുള്ള സംശയം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, KSEB എന്ന് പറയുന്നത് ഒരു ബോർഡാണെങ്കിലും ഒരു ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് KSEBയിലൂടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു പ്രൈവറ്റ് ഫേമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡോ കാര്യങ്ങളോ ആയതുകൊണ്ട് നമ്മൾ ജോലിയുടെ സ്ഥിരതയോ അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു ഇഷ്യൂസ് ഇല്ല. കാരണം KSEB എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മോണോപോളിയാണ്. മാത്രമല്ല അതൊരു എമർജൻസി എസെൻഷ്യൽ സർവീസ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ജോലിയെ ബാധിക്കില്ല. അപ്പോൾ ഇത് ബോർഡാണ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ഗവൺമെൻറ് സെക്ടർ അല്ലേ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പ്രസക്തിയില്ല. പ്യൂർലി ഗവൺമെൻറ് എന്നുള്ള ഇത് തന്നെ നിങ്ങൾക്ക് കാണാം. അത്രയും സെക്യൂർഡ് ആൻഡ് സേഫ് ആയിട്ടുള്ള ജോബ് തന്നെയാണ് KSEBയിലുള്ളത്. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KSEB സബ് എഞ്ചിനീയറിനെ കുറിച്ച് മാത്രമാണ്. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റും നിങ്ങൾക്കറിയാം ഇതുപോലെ ഇതിൻ്റെ ഹയർ ആയിട്ടുള്ള പോസ്റ്റാണ്. അതേപോലെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ, നമുക്ക് ഇതിൻ്റെ സാലറിയെ കുറിച്ച് നോക്കാം. 41,600 മുതൽ 82,400 വരെയാണ് ഈ ഒരു സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ന കാര്യം നമ്മൾ ഇനീഷ്യലി നമ്മൾ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 41,600 ആയിരിക്കുമോ? ഒരിക്കലുമല്ല. ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് നേരെ ജോലിക്ക് പ്രവേശിച്ച ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രോസ് പേ എന്ന് പറയുന്നത് 57,000 രൂപയാണ് ഗ്രോസ് പേ ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. HR ഒക്കെ മാറുന്നതനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. 57,000 ആണ് ഗ്രോസ് പേ ആയിട്ട് കയ്യിൽ. അത് ഇൻ ഹാൻഡ് സാലറി അല്ല. അതിൽ നിങ്ങൾക്കറിയാം NPSൻ്റെ ഡിഡക്ഷന് അതേപോലുള്ള മറ്റ് ഇൻഷുറൻസ് ഡിഡക്ഷൻസ് ഒക്കെ അതിൽ വരാനുണ്ടാവും. അപ്പോൾ ഇൻ ഹാൻഡ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് 48,000 സാലറി ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. 48,000 ആയിരിക്കും ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടാവുക. ഒരു ഡിപ്ലോമ ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ആദ്യം തന്നെ ലഭിക്കുന്ന സാലറിയാണ് ഈ ഒരു 48,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബിഗ് നമ്പർ തന്നെയാണ്. അതായത് ഇനീഷ്യലി നിങ്ങൾക്ക് ലഭിക്കാവുന്ന കേരളത്തിൽ ഒരു സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയാണ്. ഇത് പിന്നീട് പ്രൊമോഷൻസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഹൈക്ക് വരുന്നുണ്ട്. KSEB എന്ന് പറയുമ്പം അത് ഈവൻ ക്ലറിക്കൽ പോസ്റ്റിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സാലറി ഹൈക്ക് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് KSEB എന്ന് പറയുന്നത്. ഓക്കെ, അത് പലപ്പോഴും ഒരു ഇഷ്യൂ ആയി വരാറുണ്ട്. KSEBയിൽ ഭയങ്കരമായിട്ട് സാലറി കൊടുക്കുന്നതുകൊണ്ട് KSEB നഷ്ടത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. KSEB അത്രയും മികച്ച സാലറിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വേക്കൻസി 131. ഞാനത് ഇവിടെ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വേക്കൻസി പറയുന്നത് ഈ 131 വേക്കൻസി ആയിട്ടുണ്ടാവുക. ഈ 131 എന്ന് പറയുന്ന വേക്കൻസി കണ്ട് അപ്ലൈ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നിലവിൽ പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം 681. അപ്പോൾ അവർ പറഞ്ഞവൻ തമ്മിൽ നോക്കുന്ന സമയത്ത് ഏതാണ്ട് 5 മടങ്ങ് വ്യത്യാസമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളതിൽ. 5 മടങ്ങിൽ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. സോ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഒരു PSC എക്സാമും അപ്ലൈ ചെയ്യരുത്. അതിനേക്കാൾ എത്രയോ മടങ്ങായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക അഡ്വൈസ് പോകുന്നുണ്ടാവുക. ഇനി ഏജ് ലിമിറ്റ് പലർക്കുള്ള സംശയമാണ്. അതായത് ഈ എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഏജ് ഓവർ ആയി പോകുക. അതായത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്ത ആൾക്കാർ ഒരുപക്ഷെ ഇത്തവണ എക്സാം എഴുതാൻ കഴിയാതെ പോകുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഉള്ളത്. ഇതിൽ OBCയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. OBCയിൽ 3 വർഷവും അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷനാണ് വരുന്നത്. അതായത് OBCയിൽ ഒരാളാണെങ്കിൽ 18 മുതൽ 39 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ SC/STയിൽ 5 വർഷത്തെ റിലാക്സേഷനാണ് ഈ ഒരു ഏജ് ലിമിറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി
KCB സബ് എഞ്ചിനീയർ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, ഏതൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാം ചില പോസ്റ്റുകളിലേക്ക് ഫസ്റ്റ് ക്ലാസ് ബിടെക് എന്നൊക്കെ പറയാറുണ്ട്, ചില പോസ്റ്റിലേക്ക് ഡിപ്ലോമ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്? KCB സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എ പാസ് ഇൻ 3 ഇയർ റെഗുലർ ഓർ പാർട്ട് ടൈം, രണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെഗുലർ ആയാലും മതി, അല്ലെങ്കിൽ പാർട്ട് ടൈം ഡിപ്ലോമ മതി. ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അത് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബൈ AICT, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. കാൻഡിഡേറ്റ്സ് ഹാവിംഗ് ഹയർ ക്വാളിഫിക്കേഷൻ ഓഫ് ദി എബവ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ഇതിനേക്കാളും ഹയർ ആയിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആർ ഓൾസോ എലിജിബിൾ ഫോർ അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം? 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് രണ്ടും ഉണ്ട്. ചിലയിടത്ത് ഇലക്ട്രിക്കൽ മാത്രമായിരിക്കും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ടാവാറുണ്ട്. രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഹയർ, അത് പാർട്ട് ടൈം ആണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് എടുത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്, അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വന്നത്. പക്ഷേ അവർക്ക് സ്പെഷ്യൽ എന്താ പറയുക റിക്രൂട്ട്മെൻ്റ് ആയിട്ട് വരാറുണ്ട്. സോ ആ രീതിയിലായിരിക്കും അവിടെ ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ടാവുക. അപ്പോൾ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഞാൻ ഏജ് ലിമിറ്റ് പറഞ്ഞു, ഈ ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഏജ് ലിമിറ്റിൽ ഉള്ള ആളാണ്, നിങ്ങൾ OBC ആണ്, അല്ലെങ്കിൽ നിങ്ങൾ SC/ST ആണ്, നിങ്ങൾ ആ റിലാക്സേഷൻ നിങ്ങൾ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഹൈറാർക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടലി ഉള്ള KCB ഉള്ള ഒരു എന്താ പറയുക ടെക്നിക്കൽ പോസ്റ്റിൻ്റെ ഒരു ഹൈറാർക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു സബ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോ ഒന്നും ആവാൻ കഴിയില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സബ് എഞ്ചിനീയർ പോസ്റ്റിൽ ഒരാൾ, അതാണ് ഇനീഷ്യൽ ആയിട്ടുള്ള എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് KCB വരുന്ന അടുത്ത ഹൈറാർക്കിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. പക്ഷേ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BTech ഒക്കെ വേണം. അപ്പോൾ നമ്മൾ BTech ഒക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് BTech ഒക്കെ എടുക്കാം. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത്. പിന്നീട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്, ദെൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓർ ചീഫ് എഞ്ചിനീയർ. അപ്പോൾ ഇതിലൊരിക്കലും എന്താ ഒരു സബ് എഞ്ചിനീയർ ഒരിക്കലും ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ട് മാറാറില്ല. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലൂടെ വരുന്ന ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊമോഷനിലൂടെ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എത്തുന്നുണ്ടാവുക. അതേപോലെ ഇന്റേണൽ എക്സാംസുകൾ, ഡിപ്പാർട്ട്മെന്റൽ എക്സാംസുകൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട് പലപ്പോഴും പല പോസ്റ്റിലേക്കും വരുന്നതിന് വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പറയാൻ കാരണം നമ്മൾ സബ് എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് പേര് സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എൻട്രിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 120ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് എൻട്രിയിലൂടെ ഡിഫറൻറ്റ് സെക്ഷൻസിൽ സബ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ അടുത്ത വർഷവും നിങ്ങളിലൂടെ ഒരുപാട് മികച്ച സബ് എഞ്ചിനീയേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻട്രിയുടെ സബ് എഞ്ചിനീയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ബോർഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രിയുടെ സബ് എഞ്ചിനീയർ ബാച്ചിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.